matter how much I suffer loss in the name of the fire, I will still stand for it. പക്ഷെ കർത്താവ് തിരിച്ചു തരും. But the Lord is faithful to return it. ഞാൻ ഇടയ്ക്ക് എപ്പോഴോ പറഞ്ഞതുപോലെ, As I said somewhere in between, മനുഷ്യൻ മുഖാന്തരം നിനക്ക് നഷ്ടമുണ്ടായാൽ 4 മടങ്ങ് തിരിച്ചു വരും. if you have suffered loss because of some man, you will be repaid 4 times. അതായത് ചുങ്കക്കാരൻ മാനസാന്തരപ്പെട്ട പറഞ്ഞത്, ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് തിരിച്ചു കൊടുക്കും. That is what the tax collector Zacchaeus said when he experienced salvation. Amen. പിശാചാണ് നിന്റെ നഷ്ടത്തിന്റെ കാരണമെങ്കിൽ 7 മടങ്ങ് തിരിച്ചു വരും. If the devil is the reason for your loss, he has to repay 7 times. അത് യോബിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. And that Job will say that. Amen. Amen. ദൈവമാണ് നിന്റെ നഷ്ടത്തിന്റെ കാരണമെങ്കിൽ, But if God is the reason for your loss, നിനക്ക് 100 മടങ്ങ് തിരിച്ചു വരും. then he will repay you 100 times. എങ്ങനെയൊക്കെ കൂട്ടിയാലും നിനക്ക് ലാഭമേ ഉള്ളൂ. No matter how much you try to count it, you are just going to have profit. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? Are you with me? റെസ്റ്റോറേഷൻ. Restoration. പറഞ്ഞ റെസ്റ്റോറേഷൻ. Say it with me, restoration. നമ്മുടെ ഈ മീറ്റിംഗിന്റെ ആരംഭ ദിവസങ്ങൾ മുതലേ ആ ഏഞ്ചലിക്ക് നമ്മളിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. Right from the initial days, we have been feeling the presence of the restoration angel. ബ്ലൂ, സിൽവർ, ഗോൾഡ്. Blue, silver, gold. പക്ഷെ ഇന്നൊക്കെ ഞാൻ കാണുന്നത് ഇതിനെ അങ്ങ് തുറന്നു വിട്ടിരിക്കുകയാണ്. But today and all, I was just seeing that there's literally an explosion. They're just all over the place. ഇവിടെ ഉണ്ടോ നിങ്ങൾ? Are you with me? ഈ ദൈവം കണക്ക് സെറ്റിൽ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല രാജ്മോഹൻ പാസ്റ്റർ. If God tries to settle accounts, if he begins to do that, then there's no stopping him. ഞാൻ നിർണയിച്ചിരിക്കുന്നു, ആര് തടുക്കും? I have decided who can stop me, who can thwart it. തീരുമാനിച്ചിരിക്കുന്നു, ആർക്ക് തടയാൻ പറ്റും? I have decided who can try to stop it. ഇന്ത്യയിലെ റിവൈവൽ ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു. God has already decided that there will be a revival in India. നിന്നെയും നിന്റെ കുടുംബത്തെ ഉപയോഗിക്കാൻ ദൈവം പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. God has already planned that he will make use of you and your family in that revival. ഇനി ആര് വിചാരിച്ചിട്ടും കാര്യമില്ല. Now it doesn't matter now who is trying to stop that decision. ആമേൻ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? Are you with me? പിശാച് ഒരു വീട്ടിൽ വന്നാൽ അവൻ അനുഗ്രഹിക്കത്തില്ല. If the enemy comes into someone's home, he is not coming with the mood to bless. നശിപ്പിക്കാനേ വരത്തുള്ളൂ. He will only come to destroy. പക്ഷെ കർത്താവ് വന്നാൽ ഇതെല്ലാം തിരിച്ചു വരും. But if the Lord comes into your house, everything you lost will be returned. ആമേൻ. Amen. ഞാൻ ഇച്ചിരി ശാന്തമായിട്ട് നിൽക്കുന്ന എനിക്ക് അവരെ 2 ദിവസം കൂടെ വേണം. തൊണ്ടയെല്ലാം പ്രസംഗിക്കുന്നതിനേക്കാളും കഷ്ടമായി ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് പറയാം. എങ്കിലും ചുമ്മാ ഇരുന്നാൽ പോലും അനുഗ്രഹമായിരിക്കും. But even if you sit quietly, it's okay. എൻ്റെ കൂടെ ഉണ്ടോ? എനിക്കറിയാം. ഈ പുതിയ നിയമത്തിൽ ഞാനിങ്ങനെ പലപ്പോഴും റെസ്റ്റോറേഷനെ കുറിച്ചുള്ള ചിന്ത എൻ്റെ അകത്ത് വന്നപ്പോൾ, when thoughts of restoration came to me through reading the New Testament, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ പുതിയ നിയമത്തിൽ കർത്താവ് ഇതെല്ലാം റെസ്റ്റോർ ചെയ്യാനാണല്ലോ വന്നത്. I used to think often the Lord has come just for the purpose of restoring everything. 1-2 കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. 1 or 2 things I want to say. ഈ കർത്താവിന്റെ അത്ഭുതങ്ങളെല്ലാം തുടങ്ങിയത് കാനാവിലാണ് തുടങ്ങിയത്. The miracles of Jesus began at Cana. ഒരു ദിവസം ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്ത് ഈ കാനാവ് തിരഞ്ഞെടുക്കാൻ കാര്യം? And one day I was just thinking, why did he select Cana? കാനാവ്, വീഞ്ഞ്, Cana, wine. അതിനേക്കാളും വലിയ അത്ഭുതം യേശു ചെയ്തിട്ടുണ്ടല്ലോ. Jesus has done greater miracles than that. ആദ്യമേ ലാസറിനെ എഴുന്നേൽപ്പിച്ച കുറച്ചുകൂടി പഞ്ച് കിട്ടത്തില്ലേ? Why couldn't he have raised Lazarus from the dead initially itself? That would have given him a good following. ഒരു ഗുമ്മ്. യേശു ഗുമ്മുണ്ടാക്കാൻ വന്നവനല്ല, യേശു റെസ്റ്റോർ ചെയ്യാൻ വന്നവനാ. He didn't come to just create some gimmick or create some fanfare. He wanted to restore people. എന്താ കർത്താവേ, നീ കാനാവും വീഞ്ഞുമായിട്ടൊക്കെ എന്താ ബന്ധം? Lord, what is your connection with Cana, with Galilee? എന്റെ പ്രാർത്ഥന മുറിയിൽ കർത്താവിനോട് പറഞ്ഞു, ഇതൊക്കെ വേറെ കണക്കാ, നിനക്കറിയാത്ത കുറെ കണക്കാ ഞാൻ സെറ്റിൽ ചെയ്യുന്നു. And in my prayer room, the Lord said to me, I'm trying to settle accounts that you have no idea of. കനാൻ എന്ന് പറയുന്നത് ഈ നോഹയുടെ ആ ജനറേഷനിൽപ്പെട്ട ഒരാളാണ്. Cana is connected to the generation of Noah. മനസ്സിലാവുന്നുണ്ടോ? അതൊരു വീഞ്ഞിന്റെ പുറകിലുള്ള സെറ്റിൽമെന്റ് ആണ്. And that was an issue of wine. God was dealing with an issue of wine over there. ഹലോ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? Are you understanding?
ഒരു വൈൻ്റെ കെയർ ഓഫിൽ ശപിക്കപ്പെട്ടു പോയാളായി പയ്യൻ. There was someone who was cursed in the name of wine. കനാൻ ശപിക്കപ്പെട്ടവൻ. Canaan is cursed. അവൻ ചെയ്ത തെറ്റാണോ? Was it a crime that he committed? അവൻ ചെയ്ത തെറ്റേ അല്ല. No, it's not a wrong he committed. അവന്റെ വല്യപ്പൻ കള്ളു കുടിച്ചതും വീഞ്ഞു കുടിച്ചതും അവൻ എന്നാ തെറ്റ് ചെയ്തു? His father drank the wine. What wrong did he do personally? പക്ഷെ അതിന്റെ കെയർ ഓഫിൽ ശപിക്കപ്പെട്ടു. But in the name, because of that incident, he got cursed. ഒരു പുതിയ ഭൂമിയിൽ വെള്ളപ്പൊക്കം കഴിഞ്ഞ് വാഴുവാൻ വേണ്ടി ദൈവം ആക്കി വെക്കുന്ന കുടുംബത്തിൽ ഒരു പ്രധാനപ്പെട്ട പയ്യനായിരുന്നു അത്. He was one of the main children in that family who were kept alive after the flood to replenish the earth. പക്ഷെ തുടക്കത്തിൽ തന്നെ അവൻ അങ്ങ് തകർന്നു പോയി. But at the beginning itself, his life messed up. ഇന്ന് മുതൽ സ്വർഗത്തിന്റെ ഹൃദയത്തിൽ കിടക്കുന്ന ഒരു മുറിവാണത്. And heaven had recorded that hurt that was there. ഞാൻ കൃപായോഗം തുടങ്ങുന്നത് ആ സെറ്റിൽമെന്റോടുകൂടിയായിരിക്കും. My grace dispensation will begin by settling such an incident. എനിക്ക് തിരഞ്ഞെടുക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. There are so many things that I could have chosen. പക്ഷെ എനിക്ക് എല്ലാം തിരഞ്ഞെടുക്കാൻ ഒക്കത്തില്ല. But I can't select everything. എനിക്കൊരു പഴയ കണക്ക് സെറ്റിൽ ചെയ്യണം. I have an old account to settle. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോൾ, Tonight when I share this word, നീ ഇന്ന് അനുഭവിക്കുന്ന പല പ്രശ്നത്തിന്റെയും കാരണം നീയല്ല. the reason that why you are experiencing some troubles is not you. നീ പോലും അറിയാത്ത പിതൃത്വങ്ങളിൽ നിന്നും നിന്റെ മേൽ ഒഴുകിയിറങ്ങിയ ശാപത്തിന്റെ ചാലുകളെ, there are some currents of curse that have flowed to you എന്ന് പറഞ്ഞാൽ through some forefathers. എനിക്ക് അറിയത്തില്ല എന്തോ ഇന്ന് രാത്രി ഇതിനകത്ത് സംഭവിക്കുന്നേ. Sharing this, something is happening over here. നീ വന്നതിനകത്ത് പെട്ടുപോയതാ മോനെ. You got stuck in that. നീ വന്നതിനകത്ത് പെട്ടുപോയതാ. It was not your fault. എന്റെ കൂടെ ഉണ്ടോ ഇന്ന് രാത്രി? Are you with me? ഇന്ന് രാത്രി റൂട്ട് തപ്പി ദൈവം പൊക്കും. This night the Lord will search the root and bring it out. റൂട്ട് തപ്പി ഇന്ന് രാത്രി പൊട്ടിക്കും. This night the Lord will go to the root and deal with it. എന്നാ ഈ കനാന്യ സ്ത്രീ നായ്ക്കുട്ടിയായി പോയെ? Why was this Canaanite woman described as a dog? ഞാൻ കർത്താവ് പറഞ്ഞു, എല്ലാവരും ചത്ത് വെള്ളത്തിൽ പൊങ്ങി കിടക്കുമ്പോൾ ഇതിനെയല്ല നീ ചേർത്ത് പിടിച്ച് നിന്റെ കുടുംബം എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചേ. Why did the Lord select this family out of all the families? How come she became a dog? The Lord would say, that child, she just got entangled in it. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, and the Lord is saying tonight, the Holy Spirit is saying, സെറ്റിൽമെന്റ് ഇതിന്റെ അത്ര നടക്കാൻ പോവാ. This night some settlements are going to take place. നിനക്ക് പോലും പ്രശ്നം അറിയത്തില്ല. നിനക്ക് പോലും എന്താ പ്രശ്നം അറിയത്തില്ല. You yourself do not know what the problem is. നീ പലപ്പോഴും തലയിൽ കൈവച്ച് ചോദിച്ചു, എന്താ കർത്താവേ എനിക്ക് ഇങ്ങനെ വന്നേ? You have put your hand on your head and asked the Lord, Lord, why has this happened to me? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? What wrong did I do, Lord? ഇങ്ങനെയുള്ള വാക്കുകൾ എൻ്റെ ചെവിയിൽ കേറുന്നു. With these kind of words are coming into my ears. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? What wrong did I do, Lord? എന്താ ഞാൻ ഇങ്ങനെ ആയി പോയേ? Why did I get into this mess? എനിക്ക് ഇങ്ങനെ പറ്റിയത്? Why did this happen to me? നിനക്ക് പ്രശ്നം അറിയത്തില്ലെങ്കിലും, even though you don't know the reason for your problem, ജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ, the one who has blazing eyes, ഇന്ന് രാത്രി ലോകത്തിന്റെ ഒരു റഡാറിലും പിടിക്കാൻ പറ്റാത്ത വിഷയങ്ങളെ കൃത്യമായി പൊക്കുന്നവൻ, what cannot be caught on any radar of the earth, the one who catches that. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, in the spirit I prophesy upon നീ you. പോലും അറിയാത്ത പിതൃത്വങ്ങളിൽ നിന്നും നിന്റെ മേൽ ഒഴുകി കേറി വന്ന പാരമ്പര്യ ശാപങ്ങളുടെ ഒഴുക്കുകളെ ഇന്ന് രാത്രി നിന്റെ മേൽ സ്റ്റോപ്പ് ചെയ്തിട്ട്, ഇനി മുതൽ നീ അറിയപ്പെടുന്നത് ഒരു പഴയ വീഞ്ഞിന്റെ ചരിത്രത്തിലല്ല, ഞാൻ ഉണ്ടാക്കിയ പുതുവീഞ്ഞിന്റെ ചരിത്രത്തിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും അറിയിക്കാൻ God is going to stop the flow of the curse that flowed down to you from the generations. The flow, and you will no longer be known in the name of some incident related to old wine. You will be known from now on in the name of new wine. ഇനി കാനാവെന്നോ കനാനെന്നോ കേട്ടാൽ ഒരു പഴയ കണക്ക് എനിക്ക് കേൾക്കണ്ട. ഇനി കാനാവെന്ന് കേട്ടാൽ ഞാൻ ഉണ്ടാക്കിയ ഒരു പുതിയ റെസ്റ്റോറേഷന്റെ കണക്ക് എനിക്കറിയത്തില്ല. നിന്റെ വീട്ടിന്റെ മേൽ കിടക്കുന്ന പേരുദോഷങ്ങളെ എന്റെ ദൈവം എടുത്ത് കളയുന്നു.
Henceforth, you will no longer be known in the name of Cana or Canaan. God is removing every bad reputation associated to your home. പ്രാർത്ഥിക്കാൻ ആരാ ഇന്ന് രാത്രി Is there ഉള്ളേ? anyone to receive this word? ഇന്ന് രാത്രി റെസ്റ്റോറേഷന്റെ ഏഞ്ചൽസ് ഇറങ്ങട്ടെ. Tonight, let the restoration angels manifest. ഇന്ന് രാത്രി ബാഹ്യമണ്ഡലത്തിലല്ല റെസ്റ്റോറേഷൻ നടക്കുന്നത്. Not restoration in the superficial. കർത്താവേ, അങ്ങ് റെസ്റ്റോർ ചെയ്തതൊന്നും പിന്നെ ഈ കുഞ്ഞുങ്ങളെ തൊടാൻ അനുവദിക്കാതെ അതിന്റെ റൂട്ടുകളെ പിഴുതെറിയുന്ന രാത്രി. The Lord will restore in such a way that it will be uprooted out of your life forever. Uprooting. Uproot. He will uproot. He will uproot it. പിടിക്കാമെങ്കിൽ പിടിച്ചോ ഇന്ന് രാത്രി. You can get hold of it. Get hold of it. Shmarthala Shikanara Adoriash Maite Diyar. Oh, കർത്താവ് തൊടുന്നല്ലോ, കർത്താവ് തൊടുന്നല്ലോ. The Lord is touching. The Lord is touching. പിശാചേ, ആമേൻ, ഞാൻ നിർണയിച്ചിരിക്കുന്നു ആര് തടുക്കും. Satan, I have decided who can ഞാൻ stop it. നിർണയിച്ചിരിക്കുന്നു ആര് തടുക്കും. I have decided who can stop it. Jesus. തൊടുന്നു. He is ഈ touching. മോളുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഒരു നിർണായകമായ രാത്രിയാ. Tonight is a decisive night for you. അവൾ കംപ്ലീറ്റ് അപ്രൂട്ട് ചെയ്യപ്പെടുകയാണ്. It's completely being uprooted. അവളുടെ പുറകിൽ പിശാചിന്റെ ക്ലെയിമുകൾ, റൂട്ടുകൾ, All the claims, ചാനലുകൾ all the flows, എല്ലാം ഇന്ന് രാത്രി കട്ട് ചെയ്യുന്നു. all the channels of the enemy. അവളുടെ ഇന്നലകളും ഇന്നുമായിട്ട് ഒരു ബന്ധമില്ലാത്തതുപോലെ ദൈവങ്ങളെ മാറ്റുകയാണ്. God is going to transform in such a way that there's no connection between yesterday and today. ആത്മാവിൽ സഞ്ചരിക്കാമോ? Move in the spirit. നിനക്ക് തോന്നിയിട്ടുണ്ടോ നീ കുരുങ്ങിപ്പോയതാണെന്ന്? Have you thought that you got entangled? നിനക്ക് തോന്നിയിട്ടുണ്ടോ നിന്റെ വീട്ടിൽ നീ പെട്ടുപോയതാണ്? Have you thought that you got caught up in all those matters in your home? ഒത്തിരി പേരെ എനിക്കറിയാം പാസ്റ്റർ. I know many people like that. അവർ ചെയ്ത തെറ്റല്ല, It's not because they did something നല്ല wrong. ആളുകളാണ്. They are all good പക്ഷെ people, ഇതിനെ ആത്മാവിൽ കാണാൻ അവർക്ക് പറ്റിയില്ല. but they were not able to see things in the spirit. ആത്മാവിൽ മുറിക്കാൻ അവർക്ക് They were not പറ്റിയില്ല. able to cut off and break some things അതുകൊണ്ട് in the അവരുടെ spirit. സമയമായപ്പോൾ എല്ലാം അവരൊക്കെ ടൈറ്റൻ ചെയ്തു. When their time came, everything entangled around അതിന്റെ them. നടുവിൽ തലയിൽ കൈവച്ചിട്ട് അവർ ചോദിച്ചു, എന്താ കർത്താവേ And in the midst- എനിക്കിങ്ങനെ പറ്റിയേ? And in the midst of all that, they began to ask Lord, putting their hand on their head, Lord, why has this happened to നിന്റെ me? തലയിലെ കൈവപ്പ് ഇന്ന് രാത്രി മാറ്റും. Tonight the Lord is putting an end to that posture. നിന്റെ കണ്ണുനീരിന്റെ സീസൺ തിരിയും. The season of your tears is coming to an നിന്നിൽ end. ചിരി വെളിപ്പെടുന്ന സീസൺ This is വരുന്നു. a season when laughter is going to begin. ഇന്ന് രാത്രി നീ ക്രിസ്തുവിലായ കാരണത്താൽ Because you are in Christ എന്നോട് tonight, എനിക്ക് ദൂതുണ്ട്. I have a word for you. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, For those who love the Lord, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, those who have been called according to His purpose, everything, 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 നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. God works everything together for good. Hallelujah. നന്മയ്ക്കായി കൂടി God വ്യാപരിക്കും. will work all things together for good. റിപ്പയറിംഗ് നടക്കുന്നല്ലോ. Repairing is taking place. ഇറങ്ങി റിപ്പയർ ചെയ്യുന്നല്ലോ. God is coming and repairing many നിന്നിൽ lives. ഒഴുക്കുകൾ നടക്കാതെ, ഫേവറുകൾ ഒഴുകാതെ, എവിടെയോ കെട്ടിക്കിടക്കുന്ന ചാലുകളെല്ലാം വലിയ മഴവെള്ളം വരുമ്പോൾ കുത്തി ഒലിച്ച് ക്ലിയർ ആകുന്നത് പോലെ ഇന്ന് രാത്രിയിലെ പകർച്ചയിൽ നിന്നിലേക്കുള്ള റൂട്ടുകൾ മുഴുവൻ ക്ലിയർ ആകുന്നല്ലോ. God is clearing all the channels that were blocked, the channels that were preventing the flow of God's Spirit, the flow of favor. God is clearing all that channel, just like rainwater comes and clears it all up. ആത്മാവിൽ ഡീൽ ചെയ്ത് Deal with things in the Holy Spirit. നിനക്ക് ഓർമ്മ വരുന്നതെല്ലാം കർത്താവിനോട് പറ. Whatever the Lord is reminding you of, നിനക്ക് ഓർമ്മ വരുന്നതെല്ലാം കർത്താവിനോട് പറ. whatever the Lord is reminding you of, you bring it before the Lord. നിനക്ക് ഓർമ്മ വരാത്തതിന് ഇന്ന് രാത്രി സ്വർഗ്ഗം ഡീൽ ചെയ്യും. And whatever is not coming to your mind, let heaven deal with it. എന്തെങ്കിലും ഒക്കെ ഓർമ്മ വരുന്നുണ്ടോ? But is anything coming to your mind? ദൈവഹിതമല്ലാത്ത എന്തെങ്കിലും മേഖലയിൽ നീ കേറിപ്പോയത്? Did you enter into any zone which was out of God's will? ദൈവഹിതമല്ലാത്ത സ്ഥലങ്ങളിൽ നീ നിന്നത്? Did you stand in any place which was out of God's will? ഇന്ന് രാത്രി സ്വർഗ്ഗം സെറ്റിൽ ചെയ്യാണ്. Tonight heaven is settling such issues.
നടന്നിടും പെരുവെള്ളത്തിന്മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാ ഭയമില്ല എനിക്കൊന്നിലും ഭയമില്ല എനിക്കൊന്നിലും സമുദ്രങ്ങൾ എന്റെ മേൽ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൻ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാ ഭയമില്ല എനിക്കൊന്നിലും ഭയമില്ല എനിക്കൊന്നിലും ഭയമില്ല എനിക്കൊന്നിലും ഭയമില്ല എനിക്കൊന്നിലും. നിന്റെ വീടിന്റെ പേര് ദോഷം മാറും. All the bad reputation associated with your നിന്റെ home. വീട് ഇന്ന് വരെ അറിയപ്പെട്ടത് വേറെ പേരിലായിരിക്കും. Your home was known for other things. കള്ളൂടിയന്റെ വീട്, It is known as the alcoholic's ആത്മഹത്യ house. ചെയ്തവന്റെ It is വീട്, known as the house of someone who has committed suicide. കുഞ്ഞുങ്ങളില്ലാത്ത ആ സ്ത്രീയുടെ വീട്, The house of a woman who doesn't have children. കല്യാണം നടക്കാത്ത കൊച്ചുങ്ങളുള്ള വീട്, The house where the children are not yet married. ആ പൊട്ടിപ്പോയ സഭ, The house where the church has been broken. ഇനി അത് അറിയണ്ട. No, you're not going to be known like that ഇനി ഒരു anymore. പുതിയ വീഞ്ഞിന്റെ പേരിൽ നീ അറിയപ്പെടും. You are going to be known in the name of a new wine. അഭിഷേകത്താൽ ഉപയോഗിക്കപ്പെടുന്ന ആ ചെറുക്കന്റെ വീട്, You are going to be known as the house of a person who is ഉണർവ് നടന്ന വീട്, the house where the revival took place. അനുഗ്രഹിക്കപ്പെട്ട തലമുറയുള്ള വീട്, The house where there is a blessed generation. വിശ്വാസത്തോടെ പ്രവചനാത്മാവിൽ നീ അതിനെ സ്വീകരിക്കുക. Come on, receive it prophetically. ഇതൊരു തുറന്ന പോർട്ടലാകൊണ്ട് നിനക്ക് സ്വീകരിക്കാൻ This കഴിയും. open portal, you can receive this. യേസുകാരന്റെ വീട്, IAS, the one with an IAS officer. പിടിക്കാവനെ. The house with an IAS officer. 10,000-ങ്ങളുള്ള ചർച്ചിലെ പാസ്റ്ററുടെ വീടാത്. That's the house of a pastor who has 50,000 people in his church. ആ ഉണർവിന് വേണ്ടി നിന്ന ആ മകന്റെ വീടാണത്. That is the house of the boy who stood for revival. അയ്യോ, ഡോക്ടർമാർ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ മരിക്കാതെ എഴുന്നേറ്റ് വന്നവന്റെ വീടാണത്. That is the house of the person who was told by doctors that he would die, but he did വൈദ്യശാസ്ത്ര not die. കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞപ്പോൾ 5-6 മക്കളെ പ്രസവിച്ച സ്ത്രീയുടെ വീടാണത്. When doctors said that it is impossible for them to have children, the house of the woman who had 5-6 children. നിന്റെ അഡ്രസ് മാറട്ടെ. Let your address change. റെസ്റ്റോറേഷൻ നടന്ന നിന്റെ അഡ്രസ് ചേഞ്ച് ആകും. When restoration occurs, your address will change. എന്റെ വീട് അങ്ങനെ ചേഞ്ച് ആയ അഡ്രസ്സാണ്. My house is like that. കർത്താവ് എന്റെ വീട്ടിൽ വന്നപ്പോഴാണ് എന്റെ അഡ്രസ് When മാറിയത്. the Lord came into my home, address changed. Amen. ബ്രദർ, ഇന്ന് രാത്രി നീ വിശ്വസിക്കാമോ? രണ്ടാമത്തെ ലൈനിലിരിക്കുന്നു. Brother, tonight, can you believe it? നീ പോലും അറിയാത്ത പിതൃത്വങ്ങളിൽ നിന്ന് ഒഴുകി വന്നത് ദൈവം സെറ്റിൽ ചെയ്യുന്നു. God is settling matters that came to you, issues that came to you from your forefathers. ഈ 15 ദിവസവും ഞാൻ പേഴ്സണലി ആരെയും മിനിസ്റ്റർ ചെയ്തിട്ടില്ല. All these 15 days, I haven't personally ministered to people. പക്ഷേ ഇന്ന് രാത്രി പേഴ്സണലി ചിലരെ തൊടാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു. Tonight, the Holy Spirit is telling me to minister to some people personally. അതിലൊന്ന് നീയാണ്. And one of them is you. അതിലൊന്ന് നീ ഇരിക്കുന്ന മകളാണ്. The other is this daughter. അതിലൊന്ന് നീയാണ്. The other is you. പലരെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നുണ്ട്. The Holy Spirit is showing me some of you. എനിക്ക് സെറ്റിൽ ചെയ്യണം. I have to settle some matters. ഇന്ന് രാത്രി കഴിയുന്ന ഒരു 12 മണിയോടുകൂടി ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന മുഴുവൻ ബോർഡും എടുപ്പിക്കും ഞാൻ. By 12 tonight, God will make sure that every board that is presently there before your home, it will be taken away. ഇതൊരു വാശിയാ. God is adamant and ഇതൊരു stubborn. വാശിയാ. This is God is stubborn. എന്നിട്ട് പറയും അവൻ അവിടെ ഇല്ല. Then he will put it like this: He is not there.
അവൻ അവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. He has risen. He has risen. അടുത്തിരുന്നാളെ നോക്കിയിട്ട് പറ, ഞാൻ അവിടെ ഇല്ലെന്ന് പറ. Look at the person sitting next to you and say, I'm not there. ഞാൻ അവിടെ ഇല്ല ബ്രദർ. I am not there, brother. ഞാൻ എഴുന്നേറ്റു. I have risen. വരിഞ്ഞു കെട്ടി, ആമേൻ, നാറ്റം വെച്ച് അടിച്ചു മുറിച്ച് ഒരിക്കലും പൊങ്ങത്തില്ലെന്ന് പറഞ്ഞ് കെട്ടിയ സ്ഥലത്ത് ഞാൻ ഇല്ല. They thought that I would never rise up again, that my life was decomposed, dead and buried, but I'm not there anymore. മറിയേ, രാവിലെ നീ കാണാൻ വന്നത് നാറ്റം വെച്ച ശരീരമായിരിക്കും. Maybe you may have come in the morning to see a stinking body. നിന്റെ കയ്യിലിരിക്കുന്ന സുഖം ഒന്നുകൂടെ നാറാതിരിക്കാൻ ഭൂഷാൻ കൊണ്ടുവന്നതായിരിക്കും. You may have brought the spices so that the body will not have the odor anymore. നീ പ്രതീക്ഷിച്ചിട്ട് ഞാൻ ഇല്ല മോളെ. But no, even though you expect me to be there, I'm not there. ഇന്ന് രാത്രി ആരോ പറയുന്നു, മനുഷ്യന്റെ പ്രതീക്ഷകൾ പൊളിയാൻ പോകുന്നു. Tonight the Holy Spirit is saying man's expectations are ചിലരുടെ മേലൊരു വാക്ക് ഞാൻ ആത്മാവിൽ വലിച്ചെറിയുന്നു. I am releasing, I'm throwing a word in the spirit. ആശ നശിച്ചു പോകും. The hopes of the wicked will be dashed. നിന്നെ കുറിച്ചുള്ള ശത്രുവിന്റെ ആശ നശിച്ചു പോകും. The enemy's hopes against you are going to be dashed. ആരാ പിടിക്കുന്ന രാത്രി? Who is taking hold of this word? ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. The hopes of the wicked will be dashed. ഇനി ജീവിതം കർത്താവിനുള്ളതാ. From now on, this life belongs to the Lord. ഉണർവിനുള്ളതാ. Your life belongs ഇന്ത്യക്കുള്ളതാ. ഇന്ത്യക്കുള്ളതാ. Your life belongs to India. റൈസൻ തോമസിന്റെ ജീവിതം ഇനി ഇന്ത്യക്കുള്ളതാ. Rayson Thomas's life is for India. ഇന്ന് ഉച്ച കൊണ്ട് ഞാൻ ഡിസൈഡ് ചെയ്തു. This afternoon I decided that. Hallelujah. Hallelujah. Oh, മക്കാകതാനേ ഉയിർ വാഴ്கிறേ ഉമ്മൈ താനേ നേസിக்கிறേ. உமக்காகத்தானே உயிர் வாழ்கிறேன், உம்மை தானே. ஓ, உமக்காகத்தானே உயிர் வாழ்கிறேன், உம்மை தானே நேசிக்கிறேன். ஓ, உமக்காகத்தானே உயிர் வாழ்கிறேன், உம்மை தானே நேசிக்கிறேன். நான் வாழ்ந்தான் உம்மோடுதான் ஏசப்பா, நான் வாழ்ந்தாலும் உம்மோடுதான். நான் வாழ்ந்தாலும் உம்மோடுதான், நான் மரித்தாலும் உம்மோடுதான். உமக்காகத்தானே உயிர் வாழ்கிறேன், உம்மை தானே நேசிக்கிறேன். உமக்காகத்தானே உயிர் வாழ்கிறேன். அக்கரங்களை உயர்த்தி உம்மை தானே நேசிக்கிறேன். உமக்காகத்தானே உயிர் வாழ்கிறேன், உம்மை தானே நேசிக்கிறேன். அப்பா, உமக்காகத்தானே உயிர் வாழ்கிறேன், உம்மை நேசிக்கிறேன். മനുഷ്യൻ മറന്നു മനുഷ്യൻ മറന്നുപോയാലും ദൈവം കണക്ക് മറക്കത്തില്ല. Even if man forgets, God will not forget matters. ദൈവം മറക്കത്തില്ല. God will not forget those accounts that need to be settled. ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാനുണ്ട്. One or two things more I want to say. കർത്താവിന്റെ മിനിസ്ട്രിയിൽ ഈ കനാന്യരോടും ശമരിയോടൊക്കെ ദൈവത്തിന് പ്രത്യേക ഒരു ഫേവർ ഉണ്ടായിരുന്നു. In the ministry of Jesus, he had some special favor for people of Canaan, for people of Samaria. ഈ ശമരിയ സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിലെ വിഷയം എന്താ? What was the issue with regard to the Samaritan woman? ഒരു രാത്രിയിൽ വെളിപ്പാടിൽ വായിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ പിടികിട്ടുന്നത്. It was one night when I was reading it through revelation that I understood what it was. ശമരിയാൾക്കും വലിയ താല്പര്യമുള്ള സ്ഥലമല്ല. Samaria is not a place that people like. ശമരിയിൽ നല്ല യഹൂദന്മാരും ഇപ്പം പോകാറില്ല. And nice Jews, good Jews don't go there. പക്ഷെ ശമരി ഒരിക്കലും ഒരു സങ്കേത പട്ടണമായിരുന്നു. But Samaria was actually a city of refuge once. പണ്ട്
many years back. പക്ഷെ എവിടാ ശമരിക്ക് അബദ്ധം പറ്റിയേ? But what happened to Samaria in between? ശമരിയ ഒരു മിശ്ര വിവാഹത്തിന്റെ പേരില പൊളിഞ്ഞുപോയെ. Samaria got destroyed because of a mixed marriage. ശമരിയിലെ സ്ത്രീകൾ സുന്ദരികളായിരുന്നു. Samaritan women were beautiful. യഹൂദന്മാരുടെ പ്രത്യേക പ്രമാണം കിടപ്പുണ്ട്, നീ മിശ്ര വിവാഹത്തിൽ പോകാൻ പാടില്ല. And according to the law of the Jews, it is very strict that they don't enter into mixed marriages. പക്ഷേ ശമരിയിലെ സ്ത്രീകൾ അതിസുന്ദരികളെന്ന് കണ്ടിട്ട് ഇവർ അവിടെ വിവാഹം കഴിച്ചു. But because they found that the Samaritan women were beautiful, they got involved in such mixed marriages. വിവാഹത്തിന്റെ കെയർ ഓഫിൽ, ഒരു വിവാഹത്തിന്റെ കെയർ ഓഫിൽ, വിവാഹങ്ങളുടെ കെയർ ഓഫിൽ ആണ് പൊളിഞ്ഞത്. It was because of a mixed marriage, because of the issue of marriage, that Samaria, that entire city, it was destroyed. എനിക്ക് ആ പേരിൽ തന്നെ അതിനെ സെറ്റിൽ ചെയ്യണം. And I want to settle it in the name of that issue itself. I want to deal with matters. അതുകൊണ്ടാണ് പല വിവാഹങ്ങളും പൊളിഞ്ഞു പോയ ഒരു ശമരിയ സ്ത്രീയെ തേടി ഞാൻ ചെല്ലുന്നത്. And that is why the Lord went after that woman who had many failed marriages. കർത്താവ് ചെയ്യുന്ന ഓരോന്നിന്റെയും പുറകിൽ ഓരോ കാരണമുണ്ട്. Behind everything that God does, he has a specific purpose. എന്താ ശമരിയ സ്ത്രീ നിന്നെ തേടി വരുന്നേ? Why did he come after you, Samaritan ഒരു മിശ്ര woman? വിവാഹത്തിന്റെ പേരിൽ പൊളിഞ്ഞു പോയ പട്ടണത്തെ, because in the name of mixed marriages, a city which had lost its good reputation. എനിക്ക് ആരെങ്കിലും ശുശ്രൂഷകയാക്കി വിട്ടാ പോരാ. I can't minister to just anyone. ഞാൻ ആ വിഷയത്തെ ക്ഷമിച്ചു എന്നും റെസ്റ്റോർ ചെയ്തു എന്നും അറിയത്തക്കവണ്ണം നിന്നെ എനിക്ക് അവിടെ സുവിശേഷകയാക്കണം. I want to make you an evangelist, so it may be known to all that I have forever forgiven this matter and I have brought about a restoration in this issue. ഒന്നും നിന്റെ പിതൃത്വങ്ങൾ പൊളിഞ്ഞെടുത്ത് ദൈവം നിന്നെ സെറ്റിൽ ചെയ്യുമെങ്കിൽ, where your forefathers have failed, if God will settle you ഈ one, സീസണിൽ നീ തോറ്റ വിഷയത്തിനകത്ത് ദൈവം നിന്നെ സെറ്റിൽ ചെയ്യാൻ in this season where you failed, God is going to resolve such matters. Are you with me this night? നീ ഏറ്റവും അധികം പൊളിഞ്ഞ ചില വിഷയങ്ങളുണ്ടോ? Where are those issues where you failed miserably? ഇന്ന് രാത്രി നിന്റെ ആ വിഷയത്തെ ദൈവം സെറ്റ് ചെയ്യും. Those very issues God is going to settle this night. എന്നിട്ട് ആ വിഷയങ്ങളിൽ തോറ്റു കിടക്കുന്നവരെ രക്ഷിക്കാൻ, and to rescue those who are struggling with the same issues. എനിക്കറിയത്തില്ല ഇത് ആരോടാ I പറയുന്നത്. don't know to whom this word is. Jesus. അയ്യോ, പ്രത്യേക അഭിഷേകം ഇന്ന് രാത്രി ചിലർക്ക്. There is a very unique anointing operating in this place tonight. എല്ലാവരും പ്രാർത്ഥിച്ച് ഓരോരുത്തരുടെ കയ്യിൽ ചില പ്രത്യേക താക്കോലുകൾ ദൈവം ഏൽപ്പിക്കുന്നു. The Lord is giving some unique keys to everyone. നീ ഏതിനകത്താ തോറ്റുപോയെ? Where did you fail? നീ തോറ്റ ആ വിഷയത്തിനകത്ത് In the area that you failed, നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കും. I'm going to raise you up. എന്നിട്ട് അനേകർ തോറ്റു കിടക്കുന്ന ആ സെയിം വിഷയത്തിൽ ഞാൻ നിന്നെ എന്റെ ആയുധമാക്കി ഉപയോഗിക്കും. I will make you my weapon and make use of you to help those who have failed in that very issue. എനിക്കറിയത്തില്ല ഇന്ന് രാത്രി ആരുടെയോ കൈകളിൽ പരിശുദ്ധാത്മാവ് പിടിച്ചിട്ട് പറയുന്നു, The Holy Spirit is holding some hands and saying, ഞാൻ നിന്നെ റിപ്പയർ ചെയ്യാം, I will repair you. ഞാൻ നിന്നെ റെസ്റ്റോർ I ചെയ്യാം. will restore you. Hallelujah. പ്രാർത്ഥിച്ച് Pray, everybody pray. Jesus. ദൈവശക്തി വ്യാപരിക്കുന്നു. God's power is flowing. ദൈവശക്തി വ്യാപരിക്കുന്നു. God's power is flowing here. Jesus. നീ അബ്യൂസ്ഡ് ആണോ? Are you abused? അബ്യൂസ്ഡ് ആയ ഒരുപാട് പേരെ ഞാൻ നിന്റെ കയ്യിൽ കൂടെ പുറത്തെടുക്കും. I will bring out many who have been abused through you. നീ കടമെന്ന് പൊളിഞ്ഞവനാണോ? Have you gone down because of debts? കടമെന്ന് പൊളിഞ്ഞ ഒത്തിരി എണ്ണത്തെ ഞാൻ നിന്നിൽ കൂടെ പുറത്തെടുക്കും. Those who are in ruins because of debts, I will bring them out through you. ദൈവം ചിലരുടെ കയ്യിൽ ഇങ്ങനെയുള്ള അഭിഷേകം കൊടുക്കുന്നു. I can see the Lord giving this kind of anointing to some people. നിന്റെ കുടുംബം തകർന്നതാണോ? Has your family been broken? നീ സിംഗിൾ മദർ ആണോ? Are you a single mother? പിശാച് നിന്റെ കുടുംബത്തെ തകർത്ത് നീ ഡിവോഴ്സ്ഡ് ആയോ? Did the enemy war against your family and cause a divorce in your marriage? സാരമില്ല മോളെ. It's okay, daughter. സാരമില്ല മോനെ. It's okay, son. പറ്റിയത് പറ്റി. What happened happened. പക്ഷേ ഇനി എനിക്ക് നിന്നെ ആ വിഷയത്തിൽ തകർന്നു കിടക്കുന്ന ചിലതിനെ എനിക്ക് ഉപയോഗിക്കാൻ ഞാൻ നിന്നെ എടുക്കുക. But I'm tonight going to lift you up to minister to such people. So
പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് Pray, pray. ഒരു അഭിഷേകം നിന്റെ മേൽ വീഴട്ടെ. Let an anointing fall on you ഒരു tonight. പുതപ്പ് നിന്റെ മേൽ വീഴട്ടെ. Let a mantle fall on you tonight. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചു. Those of you who believe, നീ pray. മദ്യപാനത്തിൽ തകർന്നവനാണോ? Did your life mess up because of alcohol? കിയാർത്തന അരിയാർത്തന ശകല അരിയാർത്തന സ്മാർത്തല അരിയാർത്തിനിയ. Jesus. Wow. Jesus. നീ അൺവാണ്ടഡ് വീഡിയോസിന്റെ മുമ്പിൽ തകർന്നവനാണോ? Did you fall down? Did you fail before Wow. unwanted videos? Wow. ഞാൻ ഇതിൽ നിന്ന് പുറത്തെടുക്കും. I will bring you out of this. എന്തിനെന്നറിയാമോ? Do you know why? ഒരു കുരുങ്ങിക്കിടക്കുന്ന അടുത്തൊരു ജനറേഷനെ എനിക്ക് നിന്നിൽ കൂടെ വിടിവിക്കണം. I want to deliver a generation that is struggling with the same issue. ശമരിയ സ്ത്രീ, നിന്റെ 5 വിവാഹങ്ങൾ പൊളിഞ്ഞത് എനിക്ക് വിഷയമല്ല മോളെ. Samaritan woman, daughter, it's okay that you have 5 failed marriages. കാര്യം നീ കേറാൻ പോകുന്നത് Because you're going to enter into. മിശ്ര വിവാഹത്തിന്റെ മുമ്പിൽ പൊളിഞ്ഞു പോയ ശമരിയിലേക്കാണ് നീ കേറാൻ You're പോകുന്നത്. going to enter into a town which that city was destroyed because of mixed marriages. എനിക്ക് നിന്നെയാണ് അവിടെ വേണ്ടത്. I need you there. എനിക്ക് വേറെ ഒരുത്തനെ അവിടെ വേണ്ട. I need a woman like you over there, no one നീ else. അവിടെ പോയി റൂട്ട് വെട്ടിയിട്ടാൽ If you will go and uproot that നിന്റെ root, പുറകിൽ എന്റെ ഫിലിപ്പോസ് അവിടെ കയറും. behind you my Philip will come. നിന്റെ പുറകിൽ എന്റെ ഫിലിപ്പോസ് കയറിയാൽ Behind you and my Philip comes. ശമരിയിൽ അസാധാരണമായ വീര്യപ്രവർത്തികൾ സംഭവിച്ചു എന്ന് പറയത്തക്കവണ്ണം എന്റെ അത്ഭുതകരം ചിലതിന്റെ മേൽ ഇറങ്ങാൻ പോകുന്നു. My extraordinary hand of power will be revealed in such a way that it will be said unusual miracles took place നീ over there. സാമ്പത്തികത്തിൽ തകർന്നവനാണോ? Have you gone down because of അങ്ങനെ financial പൊളിഞ്ഞ issues? ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ ഞാൻ നിന്നെ I'm going ഉപയോഗിക്കും. to use you to raise up such people with financial മനുഷ്യൻ struggles. ഒതുക്കി നിന്നെ വെച്ചിരിക്കുന്നവനാണോ? Has man tried to limit you and confine അങ്ങനെ you? ഒതുങ്ങിപ്പോയ ചിലതിനെ പുറത്തെടുക്കാൻ ഞാൻ I'm നിന്നെ going to use ഉപയോഗിക്കും. you to bring out such people who have been എനിക്ക് അറിയത്തില്ല confined. ദൂതാരായി I വിശ്വസിക്കുന്നെന്ന്. don't know who is believing this word. വീട്ടുകാരെല്ലാം ഒറ്റപ്പെടുത്തി ഒതുങ്ങിപ്പോയവനാണോ നീ? Have you been excluded by everyone in your നിന്നെ family? ഞാൻ അതിന്റെ ടൂളാക്കി മാറ്റും. I'm going to make you a tool to rescue ഈ such people. രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഒരു മിനിസ്ട്രി ഉണ്ട്. Tonight I want to tell each one of you, you have a എനിക്കറിയത്തില്ല ministry. ഒരാളെ പോലും ഇന്ന് രാത്രി ദൈവം വെറുതെ There is വിടത്തില്ല. not even one person whom God will വിശ്വസിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിച്ചോ. Oh, if you can believe it, believe it. റബാ ശന്തല റബാ ജിയാർത്ഥന അന്യഭാഷയിൽ ആരാധിച്ച അഭിഷേകത്തെ സ്വീകരിച്ച് നശദോരിയാർത്ഥന രഗർത്തന അത്യാശ് മൈന്ദാല അന്യഭാഷയിൽ സംസാരിച്ചു. ഇപ്പോൾ ആ പുതപ്പുകൾ നിന്റെ മേൽ വീഴുന്നു. That mantle is falling upon you. നീ തോറ്റ വിഷയത്തിലാണ് നീ ഏറ്റവും അധികം ഇഫക്റ്റീവ് ആകാൻ പോകുന്നത്. Area where you fail the most is the area where you will be effective the most. ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, നീ ഏത് വിഷയത്തിലാണോ തോറ്റേ നീ അതിനകത്തായിരിക്കും ഏറ്റവും പവർഫുൾ ആകാൻ പോകുന്നത്. Prophesy to you in the spirit, in the same area where you failed the most, you are going to be most powerful in that area. നീ കരഞ്ഞ വിഷയത്തിനകത്ത് ഞാൻ നിന്നെ മാസ്റ്റർ ആക്കും. The area where you cry the most, I will make you master of that നീ area. കരഞ്ഞ വിഷയത്തിനകത്ത് ഞാൻ നിന്നെ അസാധാരണ അഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കും. The issue over which you cried the most, in that area I will give you an extraordinary anointing. ജോസഫേ, നിന്റെ വീടായിരുന്നു നിനക്ക് ശത്രു. Joseph, your home was your enemy. ആ വീടിനെ ഞാൻ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിന്നിൽ കൂടെ എഴുന്നേൽപ്പിക്കുവാണ്. I will make that home come and bow before you and raise that home up because of you. എന്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ From the beginning days of my ഈ ministry, മനുഷ്യരുടെ ഒതുക്കലുകളായിരുന്നു എന്റെ പ്രശ്നം. I experienced many people trying to confine me, limit me. എല്ലാരും ബൗണ്ടറി വെക്കും. All of them would set boundaries for me. എല്ലാരും ഒതുക്കുവായിരുന്നു. All of them would try to confine me. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മൂവ് ഇൻ ക്രൈസ്റ്റ് മൂവ് തീരുമാനിച്ചു. But because of that itself, we decided to move in Christ. ഞങ്ങളുടെ ചർച്ചിൽ ആർക്കും ഒതുക്കലില്ല. Because in our church, no one can limit us. ഞാൻ ഒതുങ്ങിയ വിഷയത്തിൽ കർത്താവിനെ മാസ്റ്റർ ആക്കി. And in the same area where people try to confine and limit me, God made me master. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. And I prophesy to you in the നീ spirit. കള്ളു കുടിച്ച് തകർന്നവനാണോ? Did your life mess up because of alcohol? നിന്റെ കുടുംബം തകർന്നതാണോ? Is your family life broken? Unwanted relationshipനകത്ത് തകർന്നതാണോ? Did you fail because of unwanted relationships? മാരിറ്റൽ അഫെയറിൽ തകർന്നവനാണോ നീ? Did you mess up because of extramarital affairs? ഫോൺ മൂവിൽ തകർന്നവനാണോ നീ? Did you mess up because of pornography? എൻകൗണ്ടർ നടന്നാൽ If an encounter takes place, ആ വിഷയത്തിൽ ഞാൻ നിന്നെ ഉപയോഗിക്കും. in that area itself, I will make use of you. ശമരിയ സ്ത്രീ
ഞാൻ നിന്നെ തേടി വന്നത് ഒരു സ്പെഷ്യൽ ടാസ്ക് ആണ്. Samaritan woman, the reason the Lord came after you is for a special task. നിന്നെ ക്യാൻസർ വന്നാണോ പിശാച് അറ്റാക്ക് ചെയ്തത്? Did the enemy try to attack you with cancer? നീ ക്യാൻസറിന് ഒരു ശത്രുവായിരിക്കും. Then you will be an enemy to cancer. നിന്നെ സ്ട്രോക്ക് വന്നാണോ പിശാച് പൂട്ടാൻ ശ്രമിച്ചേ? The enemy tried to end up. നിന്റെ പേര് കേൾക്കുമ്പോൾ സ്ട്രോക്കുകൾ പേടിക്കും. The enemy tried to paralyze you through a stroke. Then when the word stroke is mentioned, the enemy will be afraid of you. ശുബാർ മാഥ ലബാർത്തിയ സംസാരിച്ച് അന്യഭാഷ സംസാരിച്ച് ഷിയാർത്ത ലഗറ്റ റബഷ്മ ഷ്മൻഡാല. ആരാ ഇന്ന് രാത്രി ദൂത് Who വിശ്വസിക്കുന്നു? is believing this word tonight? കർത്താവിന്റെ അത്ഭുതങ്ങൾ ഇന്ന് രാത്രി ഇവിടെ നടക്കുന്നുണ്ട്. God's miracles are happening over here. Restoration. ഇന്ന് ഇവര് പോലും അറിയാത്ത സെറ്റിൽമെന്റ് ഭാഷ നടക്കുന്നേ. Tonight settlements are happening for people even without their knowledge. ഞാൻ പറഞ്ഞു ഇതൊന്നും ഞാൻ പ്രസംഗിക്കാൻ പ്ലാൻ ചെയ്തതോ ഒന്നുമല്ല. I didn't plan to preach on any of this. എനിക്ക് ദൈവം പറയുന്നല്ല ഒന്നും പറയുകയും വേണ്ട. I don't want to speak anything except what the Holy Spirit tells me. Hallelujah, Jesus. ഒന്നുകൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം പിടികിട്ടും. One more time when I tell it, you will understand the seriousness. ഈ ഫിലിപ്പോസിനെ ഒരിക്കൽ ഗസയ്ക്ക് പോകാൻ പറഞ്ഞു. Once God told Philip to go to Gaza. ഗസയിൽ ഒരു നിർജ്ജന പ്രദേശം, ഒരു നിർജ്ജന സ്ഥലമാണ്. Gaza is a deserted place. നീ അവിടെ നിന്ന് പോണം. You have to go there. അവിടെ എനിക്ക് ഒരു ഷണ്ണനെ സ്നാനപ്പെടുത്തണം. There I want to baptize an Ethiopian, a eunuch. എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. I was not understanding any of പക്ഷെ ഒരു this. രാത്രിയിൽ ഞാൻ ഇങ്ങനെ വായിക്കുകയാണ്. But one night as I was reading this, ഞാൻ ഈ വേദപുസ്തകം വായിക്കുമ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട്. when I read the Bible, I have a problem. എന്റെ ഈ പുസ്തകം ഒരു LED സ്ക്രീൻ ആയിട്ട് മാറും. My Bible becomes an LED screen. എന്നിട്ട് ഞാൻ അതിനകത്ത് ഇറങ്ങിപ്പോ. And I just enter into that scene. പിന്നെ കാര്യങ്ങളെല്ലാം ലൈവാണ്. And then everything is live. എൻകൗണ്ടർ നടന്നതിന് ശേഷം സംഭവിച്ചതാ. That happened to me after I had an encounter. നിങ്ങൾ ചെങ്കടൽ പുറത്തുനിന്നല്ലേ കണ്ടിട്ടുള്ളൂ. You have seen the Red Sea from outside. ഞാൻ അകത്ത് പോയി കണ്ടിട്ടു. I went inside. വെളിപ്പാടിലാണ്. It was in Revelation. Okay. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? Are you with me? അത് എപ്പോഴും ഇല്ല. It's not always there. ചില സമയങ്ങളിൽ ഇതിങ്ങനെ ആയിപ്പോ. But sometimes it just happens like that. പിന്നെ ഈ 3D ആണോ 7D ആണോ 12D ആണോ എന്ന് അറിയത്തില്ല. Then I don't know what day it is. പിന്നെ എല്ലാം ലൈവാ. Then everything becomes live. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു. This night the Holy Spirit is saying, ഇതുപോലെ ചിലരുടെ മേൽ പകർച്ച വീഴാൻ. some of you are going to experience such an impartation. നിനക്ക് ഒരിക്കലും മനസ്സിലാകാത്ത പോലെ നിനക്ക് മനസ്സിലാവും. You will understand like you've never understood before. ലോടുണ്ടോ? Are you with me? അങ്ങനെയാണ് ഈ സാധനം പൊക്കിക്കൊണ്ട് വന്നത്. And that's how this thing came up. ആമേൻ. Amen. ഒരിക്കൽ അത് പറയുന്നതിന് മുമ്പ് വേറെ കാര്യം പറയാം. Before I share that, let me share something else. ഞാൻ വർഷങ്ങളായിട്ട് ഇൻ ക്രൈസ്റ്റ് എന്നൊരു ടോപ്പിക് പഠിപ്പിക്കുന്ന ആളാണ്. I'm a person who has been teaching on the topic in Christ for many years. എന്നെ ആദ്യം ദൈവം ഇൻ സ്പിരിറ്റ് എന്നൊരു വിഷയത്തിലാണ് നിർത്തിയത്. First the Lord kept me in that place of in spirit. ആത്മാവിൽ. He was ഇൻ സ്പിരിറ്റിൽ നിന്നും ദൈവം എന്നെ അപ്ഗ്രേഡ് ചെയ്താണ് ഇൻ ക്രൈസ്റ്റിൽ കൊണ്ടുവന്നത്. And he upgraded me from knowing about in spirit to what it means to be in Christ. ഞങ്ങളുടെ ചർച്ചിന്റെ പേരും ഇൻ ക്രൈസ്റ്റ് എന്നാണ്. And the name of our church is also in Christ. ആമേൻ. വേറൊന്നും അല്ല. Nothing else. അപ്പോൾ എന്റെ ഈ ഇൻ ക്രൈസ്റ്റ് പഠിപ്പിക്കലുകൾ ചിലർക്ക് ദഹിച്ചിട്ടില്ല. So my teachings about in Christ, some of the people couldn't digest that. കാര്യം അത് ഇച്ചിരി ഹൈ ലെവലാണ്. Because it's a little high level. എന്റെ തിയോളജിക്കൽ കൺവിക്ഷൻസ് പലതും ഞാൻ പറഞ്ഞിട്ടുമില്ല. And many of my theological convictions I haven't even shared also. കാര്യം ഇങ്ങനെ സ്ക്രീൻ തുറന്ന് അകത്ത് കയറിയതാ. Because I had like the Bible opened like a screen and I had entered into that reality. അവിടെ പൗലോസുമായിട്ട് എൻകൗണ്ടർ ഉണ്ട്. And there I have encounters with Paul. അവിടെ തീത്തോസുമായിട്ട് എൻകൗണ്ടർ ഉണ്ട്. Encounters with Titus. ആമേൻ. Amen. എന്റെ കൂടെ ഉണ്ടോ? Are you with me? പക്ഷെ ഇന്ന് ടിജോ പാസ് പറഞ്ഞപ്പോഴാണ് ഇത് പറയാനൊരു ധൈര്യമൊക്കെ തോന്നി. But it was when Tijo Pastor shared those things that I got the courage to share this. എനിക്ക് ഈ പുസ്തകം വായിച്ചാൽ മനസ്സിലാകത്തില്ല. When I used to read the Bible, I didn't understand anything. റോമാലേഖനം ഒന്നും പിടികിട്ടത്തില്ല. I never could understand Romans. നിങ്ങൾക്ക് പിടികിട്ടി, പക്ഷെ എനിക്ക് പിടികിട്ടില്ല. You were able to understand it, but I couldn't.
അപ്പൊ പിന്നെ മൊത്തം ഈ സങ്കീർത്തനത്തിനകത്ത് കിടക്കുന്നേ. And so then I'm always reading the Psalms. ഈ എൻകൗണ്ടറിന് തന്റെ വചനത്തെയും തിയോളജി എല്ലാം മാറ്റും കേട്ടോ. The encounter will turn your entire theology, your entire understanding. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പതിയെ പ്രസംഗിക്കാൻ തുടങ്ങി. And so I began to preach slowly. പക്ഷെ എല്ലാം പ്രസംഗിച്ചിട്ടും ഇല്ല. But I haven't preached everything yet. അങ്ങനെ എനിക്ക് തോന്നുന്നു 1.5 വർഷം മുമ്പ് ഭോപ്പാലിൽ ഒരു മീറ്റിംഗിന് പോയപ്പോൾ 1.5 years before, when I went to Bhopal, ഒരു ദൈവ മനുഷ്യനെ ഞാൻ ഫ്രണ്ടിൽ കണ്ടു. I met a man of God in front of me. പേരൊന്നും പറയത്തില്ല. I'm not mentioning his name. അദ്ദേഹം ഇൻ ക്രൈസ്റ്റ് എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. He is a person who has taken a doctorate in the topic in Christ. അദ്ദേഹത്തിന്റെ ഒരു ഡോക്ടറേറ്റ് പൗളൈൻ തിയോളജിക്കകത്ത് ഇൻ ക്രൈസ്റ്റ് ആണ്. And one of his doctorates is based on the Pauline study of in Christ. എനിക്കൊരു പേടി, രംഗലാപ്പ്, അദ്ദേഹത്തിന് മുമ്പിലാണ് പ്രസംഗിച്ച് തപ്പിപ്പോയാൽ എന്തോ ചെയ്യും. And so because I know that he has a PhD in that area, I'm like struggling, how will I present this today? നമ്മൾ പുസ്തകം ഒന്നും വായിച്ചിട്ട് നമ്മുടെ ഡിക്ഷണറിയും നമ്മുടെ കൺകോർഡൻസും എല്ലാം ബൈബിളാണ്. I have not referred any books. My entire Bible, my entire dictionary and concordance is the Bible itself. എങ്കിലും ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് മനസ്സിലായി. So after my first session I understood he's not uncomfortable hearing me. അപ്പൊ എനിക്കൊരു ധൈര്യം, ഇനി എന്റെ തിയോളജിക്കൽ കൺവിക്ഷൻസ് റൈറ്റ് ആണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ ബോർഡറിൽ നിൽക്കുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതും കൂടെ ഞാനങ്ങ് പ്രസംഗിച്ചു. So what I did is, in the next session there were certain theological convictions I had which is actually what I thought on the borderline. So I took up those sensitive matters and I began to preach it before him. ഒന്നുകിൽ എനിക്ക് തിരുത്തൽ വേണം. Either I have to be corrected. അത്രേ ഉള്ളൂ. അദ്ദേഹം ഒരു ടീച്ചറാണ്. He's a teacher, so എന്നെ തിരുത്തണം. ഒന്നുകിൽ അദ്ദേഹം തിരുത്തണം. So one thing I decided ഞാൻ is തിരുത്തപ്പെടാൻ തയ്യാറായ ആളാ. I'm ready to be corrected. He can come and correct me. പ്രസംഗമൊക്കെ കേട്ട് പുള്ളി ഇങ്ങനെ ഇരിപ്പാ. But after hearing everything, he's sitting with his leg on his lap and he's മീറ്റിംഗ് കഴിഞ്ഞ പുള്ളി ചോദിച്ചു, ഇതൊക്കെ കേരളത്തിൽ പ്രസംഗിക്കാൻ പറ്റുമോ? And after the meeting he came and asked me, can you preach such things in Kerala? പക്ഷെ ഞാൻ പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. And I said, I will preach. നിങ്ങളാരും വിലക്കിയിട്ടൊന്നും ഇല്ലെന്ന് ചോദിച്ചു. Has no one ever tried to rebuke you because of that? ഞാൻ പറഞ്ഞു 6-7 വർഷമായെന്ന് പറഞ്ഞത്. I said 6-7 years back they tried to കഴിഞ്ഞിട്ട് കുറെ വർഷമായി. They tried to speak against me before, earlier. Pastor, what you are preaching is right. And he told me, what you are preaching, pastor, is right. But these Pharisees not allowed to preach this. Pharisees will not like such preaching, but you are preaching what is right. ധൈര്യമായി. Then I was really bold. ഞാൻ പറഞ്ഞു, ചർച്ചിലൊന്ന് വരാമോ? I said, can you come to my church? പാസ്റ്ററുടെ ആ ഡോക്ടറേറ്റ് ഞങ്ങളെന്ന് പഠിപ്പിക്കുക. Can you come and teach us what you have studied through your doctorate? അപ്പം പുള്ളി എന്നോട് പറയാണ്, നീ ഈ ബുക്ക് വായിച്ചിട്ടുണ്ടോ? So he asked me, did you read this book? ആ ബുക്ക് വായിച്ചിട്ടുണ്ടോ? Did you read that book? ഇന്ന തിയോളജിനെ അറിയാവോ? Did you know this? Do you know this theologian? നമുക്ക് ഈ സ്ക്രീനിൽ കൂടെ കേറിയതല്ലാതെ വേറെ ഒന്നും അറിയത്തില്ല. I don't know anything except what I've learned through this, getting into the screen. ഞങ്ങളുടെ ചർച്ചിലെ സഹോദരന്മാരോട് ഇരിപ്പുണ്ട്. So the sons of my church are here. പുള്ളി ചർച്ചിൽ വന്ന് പറഞ്ഞതാണ്. He came to our church and said like this. നിങ്ങളുടെ ചർച്ചിൽ പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ 16,000 രൂപയുടെ ബുക്ക് റെഫർ ചെയ്തിട്ടാണ് നിൽക്കുന്നതെന്ന്. In order to speak at your church, I referred a book which cost 16,000 rupees. People have to really labor hard in order to come and preach at your church. എനിക്ക് ഇച്ചിരി അങ്ങ് പ്രായോടൊക്കെ തോന്നിയ അഹങ്കാരമല്ല, അല്ലാതെ ഏതാണ്ട് നിന്റെ ചർച്ചിൽ വരുന്നെന്ന് പറയുമ്പോൾ, when someone says that they are coming to your church, they must have that kind of a feeling. I have to really prepare hard to minister over there. ഞങ്ങളെ 16,000 രൂപയുടെ ബുക്ക് റെഫർ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. So he I referred a 16,000 rupee book in order to preach at my church. ഇതാ ഈ സ്ക്രീൻ തുറന്നുള്ള കുറ്റം. This is what happens. This is the good thing that happens when the Bible opens like a screen. ഇന്ന് രാത്രി ചില അഭിഷക്തന്മാർക്ക് അത് സംഭവിക്കട്ടെ. Tonight let it happen for some anointed men and women. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നേ? Tonight what I'm praying? What are you praying for? നിങ്ങൾ പ്രാർത്ഥിക്കാൻ റെഡിയാണോ? Are you ready to pray for this? എല്ലാം നമ്മുടെ മുമ്പിൽ പ്രസംഗിക്കാൻ പറ്റത്തില്ല. All can't preach before us. ആമേൻ. പാസ്റ്റർ, ഇതുപോലുള്ള അഭിഷേകമൊക്കെ നമുക്ക് കിട്ടാൻ പോവാ. We are going to get such an anointing, pastor. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചർച്ചിൽ എല്ലാവരും വിളിച്ച് പ്രസംഗിപ്പിക്കത്തില്ല. And so I don't call everyone to preach at our church. ഞാൻ ഇടയ്ക്ക് പറഞ്ഞതാ, എന്റെ ചർച്ചിൽ എന്ത് പ്രസംഗിക്കപ്പെടാൻ പാടില്ല എന്ന് എനിക്കറിയാം. I am very familiar with what should not be preached at our church. I'm fully aware of that. ആമേൻ. ഈ കുഞ്ഞുട്ടിരിപ്പുണ്ട്, കഴിക്കുള്ളൂ.
This baby is sitting there eating something. അവൾ എന്ത് കഴിക്കാൻ പാടില്ല നമ്മെ അറിയണം. The mother should know what the baby should not eat. ചർച്ചിലെ പാസ്റ്റേഴ്സ് ഉണ്ടോ? Are there pastors of churches നിന്റെ here? ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ എന്ത് പ്രസംഗിക്കാൻ പാടില്ല എന്ന് നീ ആദ്യം അറിയണം. You must have a very clear understanding of what should not be preached from your pulpit. എന്നെ ഒത്തിരി പേര് വിളിക്കും. Many people call ഞാൻ me. ചോദിക്കും ആരൊക്കെയാ പ്രസംഗിക്കുന്നത്? So I ask who all are preaching. അത് ഇന്നാൾ. This person, that person, this person. എന്റെ ഒഴിവാക്കാവോ? So I say, can you please avoid me, exclude me? ഇതൊക്കെ നല്ല ആൾക്കാരാ. They're all good people. ഞാൻ അതിനകത്ത് സൂട്ടാകത്തില്ല. But I won't suit them. എന്നെ അങ്ങ് മാറ്റി. It won't be suitable for me along with them. അങ്ങനെ അതെന്റെ പ്രശ്നം. That's my problem. നല്ല അഭിഷേകമുള്ളവനാണോ ഞാനുണ്ടോ? But if there's someone with the anointing there, I'm there. എന്റെ കൂടെ ഉണ്ടോ? Are you with me? പകർച്ചകൾ നടക്കാൻ വേണ്ടി റെഡി ആയിക്കോണേ. Get ready for outpourings. അങ്ങനെ ഈ ശമര്യയും ഗസയും ഷണ്ണനും ഫിലിപ്പോസും എല്ലാം കൂടെ ഒരു ദിവസം കിടന്ന് കറങ്ങുക. So one day all these people, Samaritan woman, Gaza, Philip, eunuch, all this is encircling me. പ്രാർത്ഥിച്ച് ഇതിനകത്തോട്ട് ഇറങ്ങിപ്പോയി. And I prayed and God went deeper into it. കർത്താവിനോട് ഒരു കാര്യം ഇടപെട്ടു. And the Lord began to deal with me. ഇത് വേറൊരു സെറ്റിൽമെന്റ് ആണെന്ന് പറഞ്ഞു. He said this is another settlement. ഗസ ഇന്ന് നിർജ്ജന പ്രദേശമാണ്. Gaza is a deserted place today. പക്ഷെ പണ്ട് ഗസ നിർജ്ജന But it was പ്രദേശമല്ലായിരുന്നു. not like that earlier. ഗസയുടെ പട്ടണവാതിക്കലാ ശിംശോൻ ഇളക്കി കൊണ്ടുവന്നേ. It was the gates of Gaza that Samson had pulled up. ഗസയ്ക്കകത്ത് ഒരു സെറ്റിൽമെന്റ് നടക്കാൻ പോകും. And so there was a settlement needed to be done at Gaza. ചില സിറ്റികളിൽ സെറ്റിൽമെന്റ് നടക്കാൻ പോകും. There are certain cities where settlements have to take ഇത് place. ഉണർവുമായിട്ട് ബന്ധപ്പെട്ടൊരു ദൂതാ. This is a message connected with revival. നിങ്ങൾ എന്നെ കേൾക്കാൻ റെഡിയാണോ? If you're ready to listen to me. ഗസയിലായിരുന്നു, ഗസയുടെ ഒരു സ്ഥലത്തായിരുന്നു എന്റെ അഭിഷക്തൻ ശിംശോനെ കെട്ടിയിട്ടത്. It was at a place in Gaza that they tied up my anointed servant Samson. എന്ന് കേൾക്കണേ, ഗസയിലെ അവനെ കെട്ടിയത്. It was at Gaza that Samson was bound. ഗസയിലിട്ട് അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച്. It was at Gaza that Samson's eyes were gouged ഞാൻ out. മറക്കത്തില്ല. I won't forget that. ആര് മറന്നാലും ഞാൻ മറക്കത്തില്ല. Even if everyone forgets, I won't forget that. എന്റെ അഭിഷക്തനെ അവിടെ കെട്ടിയിടാൻ വേണ്ടി ഉപയോഗിച്ച ദലീലമാരുണ്ട്. There are Delilahs that the enemy used to make sure that Samson would become bound. Amen. Amen. ഒരു ലൈംഗിക വിഷയത്തിൽ തോറ്റ്, സെക്ഷുവൽ ഇമ്മോറാലിറ്റിയിൽ തോറ്റ് നിൽക്കുന്ന മേഖലയിലെ ശിംശോനെ അവർ പിടിച്ചത്. Samson was caught through an issue related to sexual immorality. അവിടെ വെച്ച് എന്റെ അഭിഷക്തന്റെ മുടി മുറിച്ചതാ. And that was the place where they cut my servant's hair. എനിക്ക് ആ വിഷയം സെറ്റിൽ ചെയ്യാൻ, I have to deal with that issue. അങ്ങനെ ലൈംഗിക ചിന്തകളില്ലാത്തൊരു ഷണ്ണനെ കിട്ടണം. And so I need a eunuch who doesn't have such sexual desires. അവൻ ഗസയിൽ ചെല്ലുമ്പോൾ ഫിലിപ്പോസ് നീ അവിടെ എത്തണം. And when he comes to Gaza, Philip, you must reach there. വർഷങ്ങളായിട്ട് ഗസയിൽ ആരും പോയിട്ടില്ല. For years people haven't gone through Gaza. പക്ഷെ ഞാൻ അവിടെ ഒരു കുഴിയും ഇച്ചിരി വെള്ളം ഇട്ടിട്ടുണ്ട്. But I have put a place where there's a hole and some water. ഇനി ബാക്കി കേട്ടോ. Now listen to the rest. ഗസയിൽ ചെല്ലുമ്പോൾ when you reach Gaza, അവൻ വായിക്കുന്ന വാക്യം ഏതെന്നറിയാവോ? you know what the verse will be that he's രോമം reading? കത്രിക്കുന്നവർക്ക് നടുവിൽ. Wow. As the shearers are cutting the sheep's hair. Wow. വേദപുസ്തകത്തിൽ അത് യേശുവാണ്. That is actually Jesus. പക്ഷെ എന്റെ മനസ്സിൽ കിടക്കുന്നത് ഒരുത്തന്റെ മുടി വെട്ടിയ But കാര്യം. actually in my mind it is not Jesus. It is another man called Samson whose hair was cut. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ As I'm saying this, നിന്നെ ഞാൻ അവിടെ എത്തിക്കും. when he's reading that, you will reach that നിനക്ക് place. സ്ഥലം അറിയാവോ? Do you know that place? നിനക്ക് സ്ഥലം അറിയത്തില്ല. You don't know that place. ടാക്സിക്കാരന് പ്ലേസ് അറിയത്തില്ല. Taxi driver doesn't know that place. ആത്മാവിൽ എടുത്തോണ്ട് പോയി ഞാൻ അവിടെ നിർത്തും നിന്നെ. The Spirit will take you and put you in that place. ഇന്ത്യയുടെ ആത്മമണ്ഡലത്തിൽ വീണ മിഷണറിമാരുടെ രക്തത്തിന് കണക്ക് പറയത്തക്കവണ്ണമുള്ള ഉണർവുകൾക്ക് റെഡിയായിക്കൊള്ളാൻ ഞാൻ മറക്കത്തില്ല ഒറീസ.
ഞാൻ മറക്കത്തില്ല മണിപ്പൂര്, ഞാൻ മറക്കത്തില്ല ബീഹാർ, ഞാൻ മറക്കത്തില്ല ഒന്ന്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇന്ന് രാത്രി കൽപ്പിക്കുന്നു, Lord of hosts, declare this night, I will not forget the places where my people, the blood of ഞാൻ my people were പട്ടണങ്ങളെ shed. തിരിച്ചു പിടിക്കും. I'm going to reclaim cities. എനിക്കറിയത്തില്ല ഇന്ന് രാത്രി, This night, ഇന്ന് രാത്രി ദൂതന്മാരുടെ ഇടപാട് നടക്കുന്ന ഇന്ന് രാത്രിയിൽ this night, the interventions of ഒരു angels, പ്രവാചക അഭിഷേകത്തെ ഞാൻ വിളിച്ചു പറയുന്നു. with the prophetic anointing, I ഞാൻ declare, ഇന്ത്യയുടെ ചില പട്ടണങ്ങളിൽ വീണ അഭിഷക്തന്മാരുടെ രക്തത്തിന് കണക്ക് പറയുന്ന ഉണർവുകൾക്ക് റെഡി ആയിക്കൊള്ളാൻ. India, get ready for revivals. ഇന്ന് രാത്രി ദൂതാണ്. This is a prophetic word. ജിയാർ തിയാർ I'm going to settle accounts. തീ കത്തുന്നു, തീ കത്തുന്നു, Fire is burning. തീ കത്തുന്നു. Fire is burning. ഞാൻ ഗസ മറക്കത്തില്ല. I will not forget Gaza. എല്ലാരും മറന്നാലും ഞാൻ ഗസ Even if മറക്കത്തില്ല. everybody forgets Gaza, I will not അവിടെ forget. വരുമ്പോ ഞാൻ അവനെ കൊണ്ട് വായിപ്പിക്കും. രോമം കത്തിരിക്കുന്നവർ എന്താ കാര്യമെന്നറിയാമോ? എന്റെ മനസ്സിലെ ഒരു മുറിവാണ്. അവിടെ കെട്ടിയിട്ട് രോമം വെട്ടി മുടി വെട്ടി എന്റെ നാസീർ പ്രദർശനെ ഒതുക്കിയ പട്ടണത്തിൽ ഒരു ഷണ്ണനെ മുക്കി പൊക്കാതെ എന്റെ മനസ്സിന്റെ മുറിവുകൾ മാറത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, പേപ്പട്ടിയെ പോലെ മിഷണറിമാരെ അടിച്ചൊതുക്കിയ ഇന്ത്യയുടെ മണ്ണിൽ ഒരു ഉണർവിന്റെ പീഞ്ഞാനയക്കും, ഒരു ഉണർവിന്റെ പീഞ്ഞാൻ. Jesus, Jesus, ഇത് സെറ്റിൽമെന്റുകൾ നടക്കുക. settlements are taking place. ഓ, പിടിക്കാൻ ആരെങ്കിലും ഉണ്ടോ Is ഇന്ന് there രാത്രി? anyone to get hold of this word? ഞാൻ വിടും നിന്നെ. I will send എന്റെ you മനസ്സിന്റെ മുറിവുകളെ ഉണക്കാൻ ഞാൻ നിന്നെ to വിടും. heal the hurts of my heart. എന്റെ മനസ്സിന്റെ മുറിവുകളെ ഉണക്കാൻ ഞാൻ നിന്നെ വിടും. To heal the hurts of my mind. എനിക്കറിയത്തില്ല ഇന്ന് രാത്രി നിന്റെ മേൽ വീഴുന്ന ഈ അഭിഷേകം, The anointing that is falling upon you this night. ഇതാരോ ഇങ്ങനെ കയറി പിടിക്കുന്നല്ലോ. കർത്താവ് വിടത്തില്ല. Lord will not leave matters. ഈ ഉണർവ് ഒരു കണക്ക് ചോദിക്കലാണ്. This revival is about settling ഈ ഉണർവ് accounts. എന്തോ ദൈവ നിയോഗത്തിന്റെ കണക്ക് ചോദിക്കലാണ്. This revival, God is going to settle ഇന്ന് രാത്രി accounts. ദൈവത്തിന്റെ കണക്കുകൾക്കകത്ത് കയറി പിടിക്കാൻ ആരെങ്കിലും ഉണ്ടോ? Is there anyone? ഇന്ത്യ നിന്ന് പാടുന്നത് ഞാൻ കേൾക്കുന്നു. I hear it being sung all over India. മണിപ്പൂര് പാടട്ടെ, Let it be sung in Manipur. ബീഹാർ പാടട്ടെ, Let it be sung in Bihar. യു പി പാടട്ടെ. Let it be sung in UP. അടുത്ത മാസങ്ങളിൽ ഈ കണക്കുകൾ നടക്കും. In the next few months, this അടുത്ത settling will take മാസങ്ങളിൽ place. കണക്കുകൾ In the next few നടക്കും. months, the settling will take ഞാൻ place. ചിലതിന്റെയൊക്കെ യാത്രകളെ നിർത്തും. I'm going to stop the journeys of എനിക്കറിയത്തില്ല, ഉണർവിന്റെ അറ്റ്മോസ്ഫിയർ ഇന്ത്യയിൽ വെളിപ്പെടുന്നു. revival atmosphere is manifested I across India. release. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉണർവിന്റെ അഭിഷേകത്തിൽ നിന്ന് ഉണർവിന്റെ അറ്റ്മോസ്ഫിയറിനെ. Come on, come on, come on. Wow, ria, ria, ria. Ria, 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 ria. Oh. Wow. പിടിച്ചോ, ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ പുതപ്പുകളെ പിടിച്ചോ, പിടിച്ചോ, പിടിച്ചോ. കർത്താവിന്റെ കരം, കണക്കുകൾ ചോദിക്കുന്ന ദൈവത്തിന്റെ കരം, കണക്കുകൾ ചോദിക്കുന്ന ദൈവത്തിന്റെ കരം. ദൈവം കണക്ക് ചോദിക്കും. God will settle accounts. ഞാൻ എഴുന്നേറ്റിരിക്കുന്നു. I am rising up. ഇന്ന് രാത്രി ഈ ദൂതോടെ പറയുമ്പോൾ When I share this word ഒരു tonight, പ്രവാചക അഭിഷേകത്തിൽ നിന്നാ പറയുന്നത്. I'm speaking it in a prophetic എനിക്ക് anointing. ഒറീസയോട് To Orissa, ഞാൻ മറന്നിട്ടില്ല. I have not forgotten Orissa. ഞാൻ ബീഹാറിനെ I have മറന്നിട്ടില്ല. not forgotten Bihar. ഞാൻ മണിപ്പൂരിനെ I have മറന്നിട്ടില്ല. not forgotten Manipur.
പ്രതികാരത്തിന്റെ ദൈവം എഴുന്നേൽക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ഉണർവുമായിട്ട് ബന്ധപ്പെട്ട് ചിലരോട് ഞാൻ പറയുന്നു, ഇന്ത്യ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ മറ്റൊരു മുഖം. The God of vengeance is going to rise up. India is going to see a face of God that has never been seen നിന്നെയാ before. ഉപയോഗിക്കാൻ പോകുന്നത്. I am going to use you for that. ആ കരങ്ങളെ ഉയർത്തി യേശുവേ, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ സിൽവർ ഏഞ്ചൽസ്, സിൽവർ ഏഞ്ചൽസ്, വിടല്ലേ വിടല്ലേ വിടല്ലേ. ഈ ഉണർവ് സ്പ്രെഡ് ആകാൻ പോകുന്നു. This revival is going to spread. ഈ ഉണർവ് സ്പ്രെഡ് ആകും. This revival will spread. Hallelujah. Hallelujah. പലരും പോകാൻ മടിക്കുന്ന ശമര്യയിൽ ചില പട്ടണങ്ങളിൽ ഫിലിപ്പോസുമാരെ ദൈവം അയക്കും. God is going to send some Philippos to cities like ഇന്ത്യയിൽ Samaria. ഇന്ന് വരെ ദൈവസഭകൾക്ക് എൻട്രി ലഭിച്ചിട്ടില്ലാത്ത ചില മെട്രോ സിറ്റികളിലേക്ക് ഞാൻ എന്റെ അഭിഷക്തന്മാരെ I അയക്കും. will send my anointed ministers to cities which have no access for churches. ഈ ഉണർവിൽ നീ പലതിനെയും വലിച്ചടക്കും. You will bring out many. You will throw out many. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ആരെങ്കിലും ഒക്കെ സഹായിക്കണം ഇവിടെ ചിലതിനെ. പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചേ. ചിലതിനെത്തി ആത്മാവ് എടുത്തോണ്ട് പോകാൻ പോവാ. തീയുടെ തലമുറ, തീയുടെ തലമുറ, തീയുടെ തലമുറ.
തീയുടെ തലമുറ, തീയുടെ തലമുറ, തീയുടെ തലമുറ, തീയുടെ തലമുറ, തീയുടെ തലമുറ, തീയുടെ തലമുറ. മോശേ, മോശേ, നീ തീയുമായിട്ട് എൻകൗണ്ടർ നടക്കുന്നതിന്റെ കാരണം എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു, എന്റെ ജനത്തിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു. ഇന്ത്യയുടെ ആത്മമണ്ഡലത്തിൽ ഇന്ന് രാത്രി ശബ്ദം ഞാൻ കേൾക്കുന്നു. എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു, എന്റെ ജനത്തിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു. ഞാൻ അവരെ രക്ഷിക്കാൻ ഇറങ്ങുകയാ, എന്റെ ജനത്തെ വിടുവിക്കാൻ ഞാൻ ഇറങ്ങുകയാ. ആരുടെയോ മേൽ സ്വർഗീയ കടികാരം സെറ്റാകുന്നു, ആരുടെ മേൽ ദൈവത്തിന്റെ കൈറോ സെറ്റാകുന്നു. നിന്നെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി ചില സ്ഥലങ്ങളിൽ നിർത്താൻ പോകുന്നു. റിയാ 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 യേശുവേ. കൈവക്ക് ചിലതിനെ, കൈവക്ക് ചിലതിനെ, കൈവക്ക് ചിലതിനെ. വലിയ ഓഡിറ്റോറിയങ്ങൾ ആമേൻ നിന്ന് കത്തുന്നു. വലിയ ഓഡിറ്റോറിയങ്ങളിലേക്ക് തീ പടരാൻ പോകുന്നു. ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു. ഞാൻ ഈ രാജ്യത്തിന്റെ മേൽ റെസ്റ്റോറേഷൻ എന്ന വാക്കിനെ ഏൽപ്പിക്കുന്നു. എന്റെ രാജ്യത്തെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. റിയാ 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 റൈരിയാ റിയാ 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 ഊരിയാ ഷിയാ റിയാ റിയാ. സ്വർഗീയ ഊരിയാവുമാർ ഇറങ്ങട്ടെ ഇന്ന് രാത്രി. ഏഞ്ചലിക് റലം സൗത്ത് ഇന്ത്യ മുഴുവൻ പടരട്ടെ. സൗത്ത് ഇന്ത്യ മുഴുവൻ ഏഞ്ചലിക് റലം ഓപ്പൺ ആകട്ടെ.
ഈ രാജ്യം ദൈവത്തിന്റെ പ്രവാചകന്മാരെ അന്വേഷിക്കാൻ പോകുന്നു. This land is going to search for the prophets of God. Wow. Wow. ഈ പകൽ ഈ രാത്രി നിങ്ങൾ ഏത് പട്ടണം പറഞ്ഞാലും ദൈവം നിങ്ങളുടെ കയ്യിൽ ആ പട്ടണത്തെ തരും. This night, whatever city you mention, God will give that land to you. ആരാ ദൈവത്തിന്റെ ക്ലോക്കിനനുസരിച്ച് ചലിക്കുന്ന ആരാ? Who is going to function according to God's clock? ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി മെന്റലി പ്രിപ്പയർ അല്ലായിരുന്നു. ഇങ്ങനെ ഒരു പ്രയറിന് വേണ്ടി ഞാൻ മെന്റലി പ്രിപ്പയർ അല്ലായിരുന്നു. Once I was not prepared mentally for a meeting like this. ദൂതനെ കൊണ്ട് ദൈവം പറയിപ്പിച്ചു. But the Lord made me speak this word. ഈ ദൂതന്റെ പുറകിൽ ചില പട്ടണങ്ങളെ പിടിക്കുന്ന താക്കോലുകളുണ്ട്. Behind this word there are some keys that will be given to you to unlock some cities. വാക്ക് ഞാൻ കേൾക്കുന്നു. I hear a word. ഗിലെയാദ് എനിക്കുള്ളത്. Gilead is mine. മനശ്ശെ എനിക്കുള്ളത്. Manasseh is mine. എഫ്രൈം എനിക്കുള്ളത്. is mine. നീ പറ ചില പട്ടണങ്ങൾ. You say it. You claim some cities and ഡൽഹി towns. എനിക്കുള്ളത്. This is mine. യുപിയിൽ ഞാൻ വരും. UP is mine. അത് എനിക്കുള്ളത്. That is mine. ലക്നൗ എനിക്കുള്ളത്. Lucknow. കൊല്ലം എനിക്കുള്ളത്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേ. Come on, say നീ anything. പറയുന്നത് നിന്റെ കൂടെ വരും. What you say will be given ഇത് to you. പറയുമ്പോൾ തന്നെ As you say it, വചനം പറയുന്നു എന്നോട് ചോദിച്ചു the കൊള്ളുക. word is saying, ask of me. ഞാൻ ആമേൻ ജാതികളെ അവകാശമായി Ask of me, I will give the ഭൂമിയുടെ nations as your അറ്റങ്ങളെ inheritance. കൈവശമായി The ends തരാം. of the earth is your നിന്റെ possession. ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശം ഞാൻ നിനക്ക് തരാം. Wherever you set foot, എനിക്കറിയത്തില്ല ദേശങ്ങളെ പിടിക്കാൻ I will cause you അഭിഷേകം. to- ദേശങ്ങളെ I will give you the anointing to capture lands and nations. കേറി നിൽക്കാൻ പറ്റുമെങ്കിൽ കേറി നിൽക്കൂ. സഹോദരിമാർക്ക് സൈഡ് കൂടെ. ആ സഹോദരന്മാരെ ആ ഭാഗത്ത് നിന്ന് മാറ്റിയിട്ട് സഹോദരിമാർ കുറച്ച് പേർക്ക് സൈഡ് കൂടെ. പകർച്ചകൾ നടക്കുന്നു. ചോദിക്കിയ പട്ടണങ്ങൾ
ഇപ്പോൾ ഞാൻ ഈ പിടിച്ചിരിക്കുന്നത് കുറെ കൈകളിലല്ല. I'm not holding some hands. ഞാൻ പിടിച്ചിരിക്കുന്ന കുറെ പട്ടണങ്ങളിലാണ്. I'm holding some cities in my hand. ഞാൻ പിടിച്ചിരിക്കുന്ന കുറെ സ്ഥലങ്ങളിലാണ്. I'm holding some lands and places. ഞാൻ പിടിച്ചിരിക്കുന്ന കുറെ സംസ്ഥാനങ്ങളിലാണ്. I'm holding some states in my hand. പകർച്ചകൾ, അഭിഷേകത്തിന്റെ തൈലങ്ങൾ പകരപ്പെടുന്നു. Anointing oil is flowing. ഇന്ന് രാത്രി മുതൽ പകർച്ചകൾ തുടങ്ങും. From tonight onwards that ഇന്ന് രാത്രി മുതൽ പകർച്ചകൾ തുടങ്ങും. From tonight onwards that impartation. നിറഞ്ഞതിനെ ഞാൻ അയക്കും. I will fill you and send you. എനിക്ക് വേണ്ടി പട്ടണങ്ങളെ തിരിച്ചു പിടിക്കാം. To reclaim lands for me. Yeshua, 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 ഞാൻ പട്ടണങ്ങളെ തിരിച്ചു പിടിക്കും. I will reclaim cities. ഞാൻ സിറ്റികളെ തിരിച്ചു I പിടിക്കും. will reclaim towns and cities. എനിക്ക് ഇന്ത്യയുടെ മേൽ എന്റെ കണക്കുകൾ തീർക്കണം. It is time for me to settle accounts in എനിക്ക് India. കുടുംബങ്ങളിൽ കണക്കുകൾ സെറ്റിൽ It's ചെയ്യണം. time for me to settle accounts in homes. ഞാൻ and ഇന്ത്യയെ families. സന്ദർശിക്കും. I will visit India. ഞാൻ നോർത്ത് ഇന്ത്യയെ I will സന്ദർശിക്കും. visit North India. ബീഹാറിനെ I will സന്ദർശിക്കും. visit Bihar. യു പിയെ I will സന്ദർശിക്കും. visit UP. പൊങ്ങി നിൽക്കുന്ന പലതിനെ ഞാൻ താഴെ ഇറക്കും. I will pull down what is ഒരു exalted. പ്രവാചക അഭിഷേകത്തിൽ ഞാൻ സംസാരിക്കുന്നു. Prophetic anointing I speak. ഉയർന്നു നിൽക്കുന്ന പലതിനെ ഞാൻ താഴെ What is ഇറക്കും. highly exalted I pull ഞാൻ down. ചിലതിനെ താഴെ ഇറക്കും. I will deep, I will pull ചിലതിനേക്ക് down. ഞാൻ നീക്കിക്കളയും. I will move away. ചിലതിനേക്ക് ഞാൻ I will കൃമിക്കിരയാക്കും. set aside. I will put it. ദൈവസഭയുടെ ശക്തി എന്തെന്ന് I will display the power of my ഇന്ത്യ church. കാണാൻ പോകുന്നു. India is going to see the ഇന്ത്യ power of my കാണാൻ church. പോകുന്നു. India is going to see the power of ഞാൻ my എന്റെ church. അഭിഷക്തന്മാരെ I will raise up some anointing. അഗ്നിയാക്കും. I will അഗ്നിയാക്കും. make my anointed ministers ഞാൻ അവരെ fire. കാറ്റിന്റെ പേരിൽ സഞ്ചരിപ്പിക്കും. I will make them fly on ആ. wings. ഇന്ന് രാത്രി മുതൽ കാറ്റും തീയും ഒരുമിക്കും. ഇന്ന് രാത്രി കാറ്റും തീയും ഒരുമിക്കും. ഇന്ന് രാത്രി കാറ്റും തീയും ഒരുമിക്കും. പടയാൻ പറ്റാത്തതുപോലെ ഒരു സൈന്യം എഴുന്നേൽക്കുന്നു. ശോ. റിയ 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 പ്രാർത്ഥിച്ചോ 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 പ്രാർത്ഥിച്ചോ. കാറ്റും തീയും ഒരുമിക്കും. Wind and fire will unite. കാറ്റും തീയും ഒരുമിക്കും. Wind and fire will join. Rakiana Makiano Rokia Ajoruyakiana. എനിക്ക് സെറ്റിൽ ചെയ്യണം പാസ്റ്റർ. ദൈവം സെറ്റിൽ ചെയ്യാൻ പോകുന്നു. എനിക്ക് മിഷണറിമാരുടെ കരച്ചിൽ സെറ്റ് ചെയ്യണം. എനിക്ക് ഗ്രഹാം സ്റ്റെയിൻസിന്റെ കുഞ്ഞുങ്ങളുടെ
സെറ്റിൽ ചെയ്യണം. മണിപ്പൂരിൽ ആ തെരുവിൽ കൂടെ അലഞ്ഞ സഹോദരിമാരെ എനിക്ക് സെറ്റിൽ ചെയ്യണം. ബീഹാറിൽ എന്തോ ഭയങ്കര കാര്യം നടക്കാൻ പോകുന്നു. ഒറീസയിൽ എന്തൊക്കെയോ നടക്കാൻ പോകുന്നു. പ്രിയാർത്ഥമാന വാ 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 എന്തോ ഒരു സൈന്യം എഴുന്നേൽക്കും. ഇന്ന് രാത്രി ഇവിടെ നിന്നോ. ഇന്ന് രാത്രി ദൈവം നിനക്ക് ആയുധങ്ങൾ ഏൽപ്പിക്കും. ദൈവം നിനക്ക് ആയുധങ്ങൾ ഏൽപ്പിക്കും. വാ, ചിലതിനോട് പറയാൻ പറയുന്നു, ഞാൻ നിന്നെ പല്ലേറിയതും പുതിയതുമായ മെതിവണ്ടിയാക്കും. ഞാൻ നിന്നെ മെതിവണ്ടിയാക്കും. നീ കുന്നുകളെ ഇടിച്ച് നിരപ്പാക്കും. നീ താഴ്വരകളെ നിരപ്പാക്കും. ഞാൻ മെതിവണ്ടിയാക്കും. കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. ഒരു തീയായി ഒരു കാറ്റായി അഗ്നിയാൽ അത് ഒഴുകട്ടെ. ഒരു തീയാൽ അത് കാറ്റായി അഗ്നിയാൽ അത് ഒഴുകട്ടെ. ഒരു തീയായി ഒരു കാറ്റായി അഗ്നിയാൽ അത് ഒഴുകട്ടെ. അഗ്നിനാദിയേ ആത്മനാദിയേ അഗ്നിനാദിയേ ജീവനാദിയേ ആത്മനാദിയേ ഒഴുകട്ടെ. ജീവനാദിയേ അഗ്നിനാദിയേ ഒഴുകട്ടെ. ഓ ആത്മനാദിയേ ജീവനാദിയേ അഗ്നിനാദിയേ ഒഴുകട്ടെ. ആത്മനാദിയേ ആത്മനാദിയേ ജീവനാദിയേ അഗ്നിനാദിയേ